വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം. സോ ഓക്കെ, നമ്മൾ ഇന്ന് ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഡിസംബറിൽ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാത്തിനെയും എക്സ്പ്ലനേഷൻ ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും പഠിച്ചു തുടങ്ങേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ ആയിട്ടുള്ള 2025 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കിന്റെയും ലെറ്റ് ഇറ്റ് ബി എനി സബ്ജക്ട്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, എല്ലാത്തിന്റെയും നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് അതിന്റെ ഡിസ്കഷൻസ് യൂട്യൂബിൽ പോകുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായി ഇങ്ങനെയുള്ള കണ്ടന്റ് കിട്ടുവാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ പേപ്പർ 1 ആസ് വെൽ ആസ് പേപ്പർ 2 ഓഫ് ഡിഫറെന്റ് സബ്ജക്ട്സ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങുകയാണ്. നമ്മൾ ഡിസംബറിലേക്ക് പഠനം തുടങ്ങേണ്ട ഏറ്റവും പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ പ്രോഗ്രാമിൽ എല്ലാവരും ചേരുക, എല്ലാവരും കീപ് സബ്സ്ക്രൈബ് ടു അസ്. ഡെയിലി വരുന്ന ചാനൽസിലൂടെ കണ്ടന്റിലൂടെ നമ്മളുടെ ഡിസ്കഷൻസിലേക്ക് പങ്കുചേരുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് അബൌട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫെമിനിസം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻഡ് ദ ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് വൈ ഡിഡ് മെൻ ഡ്രിങ്ക് വൈൻ ആൻഡ് വിമൻ വാട്ടർ? Why was one sex so prosperous and the other so poor? What effect has poverty on fiction? What conditions are necessary for the creation of work of art? അതായത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോമൺ ഒരു ഗസ് വർക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ളത് കെയ്റ്റ് മില്ലറ്റ്, എലൈൻ ഷോവാൾട്ടർ, ജെയിൻ ഫ്രീഡ്മൻ, വ്യൂജീനിയ വുൾഫ് എന്നാണ് അല്ലെ. സോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടുകൾ, ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിക്കാതെ വരുന്നവർക്ക് ഒരു പക്ഷേ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. കാരണം എന്ത് ചെയ്യാൻ പറ്റിയല്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഗസ്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. കാരണം ദിസ് ഇസ് ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ് ഇസ് പ്രോ ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിൽ ഏത് ഫെമിനിസ്റ്റ് ഓതർ വേണമെങ്കിലും ഇത് എഴുതിയേക്കാം. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ക്ലൂകളൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സച്ച് എൻ ആർഗ്യുമെന്റ് ഹാപ്പൻസ് ഇൻ റൂം ഓഫ് വൺസ് ഓൺ. റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന ഏർലി ലിറ്റററി പീസസ് ഓഫ് വർക്ക്സിൽ ഉള്ള വർക്കാണ് എന്ത് കോട്ടാണ് ഇത്. ദിസ് ഇസ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കംസ് ഇൻ ദ സെക്ഷൻ 2 in discussions related with the British Museum and the lunch session happened that is discussed by Virginia Woolf. So the right answer here is Virginia Woolf and this discussion happens in a room of one's own. പക്ഷേ ഇവിടെ കണ്ടോ, നമ്മൾ ഒരുപാട് പുതിയ ഫെമിനിസ്റ്റ് ഓതേഴ്സിനെ ഡിസ്കസ് ചെയ്ത സമയത്തും ട്രഡീഷണൽ ഫെമിനിസ്റ്റ് ഓതർ ആയിട്ടുള്ള ആളിൽ നിന്നും വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് എ കൊട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇനിയും പഠിക്കുമ്പോൾ, ട്രഡീഷണൽ ഓതേഴ്സിനെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് പോകണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫെർഡിനാൻഡ് സൊഷൂസ് കോൺസെപ്റ്റ് ഓഫ് ആർബിട്രറി നേച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നതാണ് ആർബിട്രറി നേച്ചർ, സൊഷൂർ, ലിംഗ്വിസ്റ്റിക് സൈൻ. Okay, signifier and signified is arbitrary. Linguistic sign is arbitrary. The word symbol has been used to designate the linguistic meaning of, more specifically, the signified. A symbol is never wholly arbitrary. It retains a natural bond between signifier and signified. മക്കളെ, ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക്. എന്താണ് ഇതിൽ തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ചോദ്യം. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ശരി? ചോദ്യം എന്തിനെ പറ്റിയാണ്? ലിംഗ്വിസ്റ്റിക് സൈനിനെ പറ്റിയാണ്. സിഗ്നിഫയറും സിഗ്നിഫൈഡും ചേരുന്ന സൈനിനെ പറ്റിയാണ്. മനസ്സിലാക്കി വയ്ക്കുക, സിമ്പലും സൈനും രണ്ടാണ് അല്ലെ. ആർബിട്രറി ആയിട്ടുള്ള സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ബന്ധത്തിനെയാണ് നമ്മൾ സൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ബോണ്ട് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആണ് സൈന്, അത് ആർബിട്രറി ആണ്. ഓപ്ഷൻ ബിയും സെയിം ദാനം തന്നെയാണ് പറയുന്നത്, ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് ആർബിട്രറി എന്നുള്ളതാണ്. പക്ഷേ മറിച്ച് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനിനെ കാണിക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തുണ്ടാവും? ഒരു നാച്ചുറൽ ബോണ്ട് ഉണ്ടാവും അല്ലെ. ആ നാച്ചുറൽ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ എന്ന് പറയുന്നത്. ആർബിട്രറി ആയിട്ട് നമ്മളിപ്പോ എന്താണ്, ഫോൺ എന്ന് പറയുന്ന ഒരു വാക്ക് അക്ഷരം ഉപയോഗിക്കുന്നത് പോലെയല്ല ഫോണിന്റെ ഒരു രൂപം നമ്മൾ വരച്ച് കാണിക്കുന്നത്. അതെന്താണ്? അതൊരു സിമ്പലാണ്. അതിലെന്തുണ്ട്? ഫോൺ എന്ന് പറയുന്ന ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ബോണ്ട് ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് നാച്ചുറൽ ആയിട്ട് ഈ സാധനം കാണുമ്പോൾ ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് എന്ത് വേണ്ട? ആർബിട്രറി ആയിട്ടൊരു എഡ്യൂക്കേഷൻ വേണ്ട, ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട
ആവശ്യമില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പൽ എന്ന് പറയുന്നത്. അതായത് ഒരു നാച്ചുറൽ ബോണ്ട് ഉള്ള സിഗ്നിഫയറും സിഗ്നിഫൈഡും, അതായത് സൈനുമായിട്ട് നാച്ചുറൽ ബോണ്ട് ഉള്ളതിനെയാണ് സിമ്പൽ എന്ന് പറയുന്നത്. സോ അവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സി എന്ന് പറയുന്നത് എന്താണ്, വേർഡ് സിമ്പൽ ഹാസ് ബീൻ യൂസ് ടു ഡെസിഗ്നേറ്റ് ദ ലിംഗ്വിസ്റ്റിക് മീനിങ് ഓഫ് മോർ സ്പെസിഫിക്കലി ദ സിഗ്നിഫൈഡ് എന്നുള്ളതാണ് എന്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മളെ എന്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് പോകേണ്ടത്. അതുപോലെയാണ് ഇതുപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാകുന്നത്. സൈനും സിഗ്നിഫയറും പഠിക്കുമ്പോൾ നമ്മൾ സിമ്പലിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ PYQs അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നമുക്ക് PYQ അനാലിസിസിലൂടെ ബേസ് മുഴുവൻ 90 ദിവസം കൊണ്ട് റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ തറവാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ ഡീപ് ഡൈവിലൂടെ നമുക്ക് പുതിയ ടോപ്പിക്കുകൾ മനസ്സിലാക്കുകയും പഠിച്ച കാര്യങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തുകൊണ്ട് ഈ വരുന്ന ജൂണിൽ JRF സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ 180 ഡേയ്സിന്റെ CCJRF വിക്ടറി ബാച്ച് ജൂൺ 2026. ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മലയാളം, മാനേജ്മെന്റ് ഇതെല്ലാം കൂടെ പേപ്പർ 1 ചേർത്തുകൊണ്ട് 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റിനും നിങ്ങൾക്ക് നിങ്ങൾ അഡ്മിഷൻസ് നേടിയെടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളിലൂടെയും എല്ലാം നമ്മൾ സബ്ജക്റ്റ് ടോപ്പിക്കുകൾ കവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന ജൂണിൽ JRF നേടും. സോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിന്റെ ഡോക്ടറേറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് കൂടി നെറ്റ് നേടിയെടുക്കാൻ വേണ്ടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് CCയുടെ JRF വിക്ടറി ബാച്ച് ജൂൺ 2026 ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Jonathan Dillimore and Alan Sinfield define cultural materialism through certain key characteristics. Which are the following is not one of them. മക്കളെ, കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് കൾച്ചറൽ മെറ്റീരിയലിസം? കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഒരു തിയറിയും ഒരു റിസർച്ച് മെത്തേഡുമാണ് അല്ലെ. ആന്ത്രപ്പോളജിയിലും കൾച്ചർ സ്റ്റഡീസിലും ആയിട്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് മെത്തേഡാണ് എന്ത് നമ്മളെ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. എന്താണ്? കൾച്ചറൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് by focusing on material conditions like environment, technology, economy ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡിലെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കൾച്ചറിലെ കാര്യങ്ങളെ പഠിക്കുന്നതിനാണ് നമ്മൾ കൾച്ചറൽ മെറ്റീരിയലിസം, കൾച്ചറൽ സ്റ്റഡീസ് ത്രൂ മെറ്റീരിയലിസം, കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇല്ലാത്തത് എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, തിയറിറ്റിക്കൽ മെത്തേഡ്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്, ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ്. മക്കളെ, ആദ്യത്തെ 3 ഓപ്ഷൻസ് ഇതിന്റെ അകത്തുള്ളതാണ്. ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ചരിത്ര കാലഘട്ടത്തിന്റെ സംസ്കാരത്തെ പറ്റിയുള്ള പഠനം, അത് നമ്മൾ ഇവിടെ വരും കൾച്ചറൽ മെറ്റീരിയൽസിൽ ഉൾപ്പെടുന്നതാണ്. ആൻഡ് കൾച്ചറൽ മെറ്റീരിയലിസം കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ബേസ്ഡ് ആണ്. മാർക്സിസവും സ്ട്രക്ചറലിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും ബേസ്ഡ് ആയിട്ടുള്ളതാണ് കൾച്ചറൽ മെറ്റീരിയലിസം. പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്, ഐഡിയോളജി പോലെയുള്ള പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്, കൾച്ചറൽ മെറ്റീരിയൽസിൽ പഠിക്കുന്നത്. പക്ഷെ ഇതെല്ലാം സ്പെസിഫിക് ആണ്. ഇതെല്ലാം ഒരു കാലഘട്ടത്തെ ചുറ്റിപ്പറ്റി അതിന്റെ സ്പെസിഫിക്സിനെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്, കൾച്ചറൽ മെറ്റീരിയൽസിൽ പഠിക്കുന്നത്. പക്ഷെ ഇത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ടൈമിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എന്താണ് റിലീജിയസ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ല എന്തിനുള്ളത്, നമ്മുടെ ഈ ഒരു കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടോപ്പിക്കിനുള്ളത് അല്ലെ. അതായത് മാനുഷികമായിട്ടുള്ള സംസ്കാരങ്ങൾക്ക് പുറത്ത് മനുഷ്യർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരേപോലെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പഠനമല്ല കൾച്ചറൽ മെറ്റീരിയലിസം. കൾച്ചറൽ മെറ്റീരിയലിസം ഇസ് എ സ്റ്റഡി ഓഫ് സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് ആൻഡ് സ്പെസിഫിക് natures belongs to different cultures നെയാണ് നമ്മൾ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ മെറ്റീരിയലിസ്റ്റിക് വ്യൂസ്, നോട്ട് ഹ്യൂമനിസ്റ്റിക് ആൻഡ് തിയോളജിക്കൽ സ്പിരിച്വൽ വ്യൂസ്. സോ ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തതാണ് എന്ത് കൾച്ചറൽ മെറ്റീരിയലിസം. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, which of the following details about the dramatis personae the Duchess of Malfi are correct? Duchess of Malfiയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലെ. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ, എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ദ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നത് എന്താണ്? ഒരു ജക്കോബിയൻ ട്രാജഡിയാണ് അല്ലെ. ജോൺ വെബ്സ്റ്റർ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ജക്കോബിയൻ ട്രാജഡിയാണ് എന്ത് നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന വർക്ക് അല്ലെ. റിവെഞ്ച് ട്രാജഡി, ട്രാജഡി ഓഫ് ബ്ലഡ്, ഡൊമസ്റ്റിക് ട്രാജഡി എന്നീ പറയുന്ന ജാൻറകൾ ഉൾക്കൊള്ളുന്ന 1613 14 ഇടയ്ക്ക് എഴുതപ്പെട്ടിട്ടുള്ള 1623 പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ജക്കോബിയൻ റിവെഞ്ച് ട്രാജഡിയാണ് ജോൺ വെബ്സ്റ്ററിന്റെ എന്താ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നത്. അതിലെ മേജർ ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് നമ്മളിവിടെ
പഠിക്കുന്നത് അല്ലെ. ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അല്ലെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതിന്റെ അകത്ത് ഒറ്റ ഒരു ടോപ്പിക്ക് മാത്രമേ തെറ്റായിട്ടുള്ളൂ അല്ലെ. ഇതിനകത്ത് നോക്കിയേ, ഓപ്ഷൻ ബി കർഡിനാൾ എന്ന് പറയുന്ന ആള് ആരാണ്? ഡച്ചസിന്റെ ബ്രദർ ആണ് അല്ലെ. ഒരു കറപ്റ്റ് ചർച്ച്മാൻ ആണ്, പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ ആണ്. പക്ഷെ പുള്ളി എന്തല്ല, എക്സിക്യൂഷണർ അല്ല. അതിനെയാണ് നമ്മൾ. അപ്പൊ എന്താണ് ഇവിടെ ശരിക്കും വരുന്നത്? ഓപ്ഷൻ ബി മാത്രമേ തെറ്റായിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ബാക്കി എല്ലാം ശരിയാണ്. ഫെർഡിനാൻഡ് ആണ് ഡ്യൂക്ക് ഓഫ് കാൽബ്രിയ, ഡച്ചസിന്റെ ബ്രദർ ആണ്. അന്റോണിയോ ഡീരിയോ ബൊസോള എന്നിവരെല്ലാം ശരിയായിട്ടുള്ള ആൻസർ ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് എ, ബി, ഡി ആൻഡ് ഇ. Okay, so that is the first set of questions that we have to discuss, where we have discussed right now. So we will be discussing the rest of the questions and with more details. So if you want to get updated on these questions on a daily basis, you can always subscribe to us. And if you are looking for the best partner to learn your JRF journey, or in your learning JRF journey, you can always choose us. നമ്മുടെ വിക്ടറി ബാച്ചിന് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ക്യാൻ കോൺടാക്ട് us at 8086881144 or share your details in the Google Forms down there in your comment section and join us, and make sure that you get JRF in June 2026 with Competitive Cracker.